ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിലൊക്കെ പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറി വരാമെന്ന് പറഞ്ഞാൽ വളരെ ടൈം എടുത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പിമ്പിൾസ് വരാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ടൈം എടുത്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു പിമ്പിൾ ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓയിൽമെന്റ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പിമ്പിൾസിന്റെ മാർക്കോ അല്ലെങ്കിൽ ചെറിയൊരു ബ്ലാക്ക് കളർ ഒരു ഷെയ്ഡ് പോലെ അല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ട് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ഓയിൽമെന്റ് ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഇതിന്റെ മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞിട്ട് വാങ്ങി ഉപയോഗിച്ച ആളാണെങ്കിൽ കുറച്ച് ടൈം എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടാം. എനിക്കും അതായിരുന്നു അറിയാം, ഞാനും ആ രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഞാനത് പിന്നെ പോയി ചോദിച്ചപ്പം അതിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റം കിട്ടുള്ളൂ. അതൊരു 1-2 വീക്കിനൊരു ടൈം എടുക്കും. അത്രയും ടൈം എടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് അത് മാറ്റം കിട്ടാം. പക്ഷേ ഈ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതായത് ആ പിമ്പിൾസ് മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ടാവും. നമ്മളെ ഫേസിൽ പിമ്പിൾസ് വരും എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പിമ്പിൾസ് വരും. ചിലപ്പോൾ നല്ല റെഡ് കളറായിട്ട് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ചില ആളുകൾ അത്ര പ്രൊജക്ട് ചെയ്ത് നിൽക്കില്ല. ചില ആളുകൾ സിംഗിൾ 1-2 ഒക്കെ ആയിട്ടേക്കും വരിക. ചില ആളുകൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ കുറേ ഇങ്ങനെ അടുപ്പിച്ച് വരാൻ തുടങ്ങും. ചിലത് പൊന്തുകയില്ല. അങ്ങനെ പല ടൈപ്പിൽ തന്നെ നമ്മൾ പിമ്പിൾസ് കാണാം. അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ക്ലിൻജൽ എന്ന പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിച്ചത് ഇതിൻ്റെ പുറം ലാക്ടോകലാമിൻ കുറച്ച് ഡ്രോപ്സ് വെള്ളം കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഫേസിൽ അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അതിൽ എന്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടേ അത് മാറുള്ളൂ. ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ എടുക്കും അതൊന്ന് മെല്ലെ മാറി കയറാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്കിന്ന് നിങ്ങളത് സെൻസിറ്റീവ് ആണെങ്കിൽ ആ രീതിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ല നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് ആ ഒരു പിമ്പിൾസിന്റെ മുകളിൽ കുറച്ചൊരു ഓയിൽമെന്റ് എടുത്തിട്ട്, ഇതൊരു ജെൽ ടൈപ്പാണ്, അതായത് നമ്മൾ ക്രീം ടൈപ്പ് ഒന്നല്ല, ഒരു ജെല്ലി ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്ലൈ ചെയ്യാതെ കുറച്ച് എടുത്തിട്ട് നിങ്ങൾ പിമ്പിൾസ് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതേപോലെ തന്നെ അങ്ങ് വെച്ചേക്കുക. ചുറ്റുപാട് അപ്ലൈ ചെയ്യേണ്ട, പിമ്പിൾസ് എവിടെയുള്ള അതിൻ്റെ മുകളിൽ മാത്രം അപ്ലൈ ചെയ്യുക. കുറച്ചൊരു ഓയിൽമെന്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് 1 വീക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പിമ്പിൾസിൻ്റെ മാർക്ക് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുക, ബ്ലഡ് വരിക, അത് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് വരും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ പിമ്പിൾസ് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വാങ്ങി വെക്കുന്നതും നല്ലതാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് രാവിലെ അപ്ലൈ ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചെടുക്കുക, നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ മോർണിംഗ് ആകുമ്പോഴേക്ക് അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ഒരു 2 ടൈം ആയിട്ട് ചെയ്യുക. രാവിലെയും ചെയ്യുക, നൈറ്റും ചെയ്യുക. ഈ രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട്, 1 വീക്കിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടും. നിങ്ങൾ സിംഗിൾ മെല്ലെ ചെയ്യാൻ ഉദ്ദേശിച്ചാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. പക്ഷേ ഒരു പിമ്പിൾസ് വന്നതിൻ്റെ ഒരു മാർക്ക് കാര്യങ്ങളൊന്നും തന്നെ വരില്ല. നിങ്ങളിത് പൊട്ടിക്കരുത്, അത് വേറൊരു കാര്യം. നിങ്ങൾ പിമ്പിൾസ് പൊട്ടിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ തൊട്ട് അത് പൊട്ടിച്ച് അതിന് ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു മാർക്ക് ഉണ്ടാവും. പക്ഷേ എന്നാലും കുറച്ചും കൂടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 200 എബോവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നല്ല രീതിയിൽ പിമ്പിൾസ് വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറേ പിമ്പിൾസ് വരുന്ന ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മോർ വീഡിയോസിൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. ബൈ.